വയനാടിന്റെ പുനരധിവാസത്തിന് ദീർഘകാല പദ്ധതികൾ അനിവാര്യമെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേന്ദ്രം സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും ഗവർണർ. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ വായ്പകൾ എഴുതിത്തള്ളുമെന്ന് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ. മാള അഷ്ടമിച്ചിറയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവു നായ്ക്കൾ ആക്രമിച്ചു. ഡോക്ടർ പാർവതി ശ്രീജിത്താണ് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയായത്. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രാപ്പകൽ സമരം ആരംഭിച്ചു. പുനർനിർമ്മാണത്തിൽ അനാസ്ഥ തുറന്നാൽ മന്ത്രിമാരെ വഴിതടയുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. പാലേക്കര ടോൾ പ്ലാസ സെപ്റ്റംബർ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കം തടയണമെന്ന് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. നിരക്ക് വർധനവ് തടയണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകി. ഷാൾ കഴുത്തിൽ കുടുങ്ങി വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ചേലക്കര വട്ടുള്ളി തുടുമേൽ റെജിയുടെ മകൾ എൽവീന റെജിയാണ് മരിച്ചത്. അസം സ്വദേശിയെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിയെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെങ്കിടങ്ങ് സ്വദേശി രാജേഷാണ് അറസ്റ്റിലായത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. വയനാടിന്റെ പുനരധിവാസത്തിന് ദീർഘകാല പദ്ധതികൾ അനിവാര്യമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഗവർണർ. പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കണം. കേന്ദ്രം സാധ്യമായ എല്ലാ സഹായവും നൽകും. വയനാടിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളായി നിരവധി പേരുടെ സഹായമാണ് ഒഴുകിയെത്തുന്നത്. ശരിതെറ്റുകൾ വിലയിരുത്തേണ്ട സമയമല്ല ഇപ്പോൾ. ദുരന്തമുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ് ഇതെന്നും ഗവർണർ പറഞ്ഞു. That constraint on resources will not come in the way of rehabilitation of all the victims of the Wayanad landslide. So that is clear. Now it is for the state government to make a detailed plan, and then since assurance has already been given, so people are also they are also coming forward in a big way and helping. Yesterday here itself this group from Shri Shatrughan Swami temple, they came and they gave me a check of more than 3 lakh rupees, 3,50,000 rupees. I have got information from Trivandrum. We have received check from Ghaziabad. We have received checks from other places also, which I will send to the Honorable Chief Minister. So people are also coming forward in a big way, and all over the country people share the pain and grief of the Wayanad people, and I feel very assured. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ വായ്പകൾ എഴുതിത്തള്ളുമെന്ന് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ജില്ലയിൽ മൊത്തം 670 പേരാണ് കേരള ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരിക്കുന്നത്. ചൂരൽമലയിൽ മാത്രം 55 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട്. ആരാണ് അവകാശികൾ എന്ന് പോലും അറിയാത്ത സാഹചര്യത്തിൽ ശ്രദ്ധയിൽപ്പെട്ടവരുടെയെല്ലാം തുക എഴുതിത്തള്ളി. ആവശ്യമെങ്കിൽ കൂടുതൽ തുക എഴുതിത്തള്ളുമെന്നും കേരള ബാങ്കിന്റെ മാതൃക മറ്റ് ബാങ്കുകളും സ്വീകരിക്കണമെന്നും MK കണ്ണൻ പറഞ്ഞു. വയനാട് ദുരന്തം നമ്മൾ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാം. 670 പേർക്കാണ് വയനാട് ജില്ലയിൽ കേരള ബാങ്ക് വായ്പ കൊടുത്തിട്ടുള്ളത്. ഈ ചൂരൽമലയിൽ 55 ലക്ഷം വായ്പ കൊടുത്തിട്ടുണ്ട്. അവരാരൊക്കെയൊന്നും പിടികിട്ടിയിട്ടില്ല. ഇപ്പോൾ ശ്രദ്ധയിൽ വന്ന എല്ലാം നഷ്ടപ്പെട്ട ഒരു വിഭാഗം ആളുകളുടെ ലോൺ ഞങ്ങൾ എഴുതി തള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന മുറയ്ക്ക് അപ്പോൾ തീരുമാനിക്കും. ഈ മാതൃക മറ്റ് ഷെഡ്യൂൾ ബാങ്കുകളും സ്വീകരിക്കണം എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. Okay. മാള അഷ്ടമിച്ചിറയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവു നായ്ക്കൾ ആക്രമിച്ചു. അഷ്ടമിച്ചിറ സ്വദേശി ഡോക്ടർ പാർവതി ശ്രീജിത്താണ് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിനിരയായത്. ഇന്നലെ ഉച്ചയ്ക്ക് ക്ലിനിക്കിൽ നിന്നും ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ പിറകുവശത്തുള്ള തന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്താണ് നായ്ക്കൾ കൂട്ടം ചേർന്ന് പാർവതിയെ ആക്രമിച്ചത്. നായ്ക്കൾ വരുന്നത് കണ്ട് ഭയന്ന പാർവതി പുറകോട്ട് വീഴുകയായിരുന്നു. വീണുകിടന്ന ഡോക്ടറെ നായ്ക്കൾ കാലിലും കൈകളിലും കടിച്ച് പരിക്കേൽപ്പിച്ചു. ഡോക്ടറുടെ കൈക്ക് ഒടിവ് സംഭവിച്ചു. പമ്പിലെ ജീവനക്കാർ ഓടിയെത്തിയാണ് ഡോക്ടറെ രക്ഷപ്പെടുത്തിയത്. തെരുവുനായ ആക്രമണം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. പമ്പിലെ ജീവനക്കാർ എത്തിയില്ലായിരുന്നുവെങ്കിൽ തന്റെ ജീവന് അപായം സംഭവിച്ചേനെയെന്ന് ഡോക്ടർ പറഞ്ഞു.
തൃശൂർ കുറ്റിപ്പുറം തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതകളുടെ പുനർനിർമ്മാണത്തിൽ സർക്കാർ അനാസ്ഥ തുടർന്നാൽ മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും വഴിയിൽ തടയുമെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ. കുണ്ടും കുഴിയുമായി തകർന്ന ചൂണ്ടൽ മഴുവഞ്ചേരി റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി.ജെ. സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. കെപിസിസി സെക്രട്ടറി സി.സി. ശ്രീകുമാർ, കോൺഗ്രസ് നേതാക്കളായ രാജേന്ദ്രൻ അരങ്ങത്ത്, വി. വേണുഗോപാൽ, പി.കെ. രാജൻ, കെ.ബി. ജയറാം തുടങ്ങിയവർ സംസാരിച്ചു. രാപ്പകൽ സമരം നാളെ രാവിലെ 10-ന് സമാപിക്കും. കണ്ടില്ലെന്ന് നടിച്ചാൽ ആവർത്തിച്ചു പറയുന്നു, കേരള മുഖ്യമന്ത്രിയെയും കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും തൃശൂർ ജില്ലയിൽ കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ആലക്കൊല്ലി റോഡിന് കരാർ ലംഘനത്തിന് പാലിയേക്കര ടോൾ കരാർ കമ്പനിക്ക് 2128.72 കോടി രൂപ NHAA പിഴ ചുമത്തിയ സാഹചര്യത്തിൽ സെപ്റ്റംബർ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കമ്പനിയുടെ നീക്കം സർക്കാർ ഇടപെട്ട് തടയണമെന്ന് DCC വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിരക്ക് വർധനവ് തടയണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും പൊതുമരാമത്ത് സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും കത്ത് നൽകി. 2022 നവംബറിൽ നടത്തിയ സേഫ്റ്റി ഓഡിറ്റിൽ പറയുന്ന തീവ്ര അപകട സാധ്യതയുള്ള 11 ബ്ലാക്ക് സ്പോട്ടുകൾ ഉൾപ്പെടെ 50ഓളം കവലകളിൽ നിർദ്ദേശിച്ച മേൽപ്പാലങ്ങൾ, അടിപ്പാതകൾ, യൂടേൺ ട്രാക്കുകൾ, സൈൻ ബോർഡുകൾ തുടങ്ങി പരിഹാര നിർദ്ദേശങ്ങൾ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഈ വർഷത്തെ നിരക്ക് വർധനവ് തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കോടതി പരിഗണിക്കാനിരിക്കെ ഇനിയും ജനങ്ങളെ കൊള്ളയടിക്കാൻ ടോൾ കമ്പനിയെ സർക്കാർ അനുവദിക്കരുതെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. ഷാൾ കഴുത്തിൽ കുടുങ്ങി 5ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. ചേലക്കര വട്ടുള്ളി തുടുമേൽ റെജിയുടെയും ബ്രിസ്ലിയുടെയും മകൾ 10 വയസ്സുള്ള എൽവീന റെജിയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് വീട്ടിൽ കളിക്കുന്നതിനിടയിൽ ഷാൾ കഴുത്തിൽ കുടുങ്ങുകയായിരുന്നു. തുടർന്ന് ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവല്ലാമല ന്യൂ ക്രൈസ്റ്റ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. അസം സ്വദേശിയെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നറമ്പിൽ രാജേഷിനെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഏപ്രിൽ 1-ന് അതിഥി തൊഴിലാളിയായ മഹിബുൾ ഇസ്ലാമിനെയാണ് പ്രതി വെടിവെച്ചത്. മാരകമായി പരിക്കേറ്റ മഹിബുളിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. സംഭവശേഷം പ്രതി ഒളിവിൽ പോയി. ഹൈക്കോടതി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ പ്രതി കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. രാജേഷിന്റെ വീടിനടുത്ത് മണലെടുക്കാൻ വന്ന അതിഥി തൊഴിലാളികൾ തമ്മിൽ തർക്കം നടന്നിരുന്നു. ബഹളം കേട്ടെത്തിയ രാജേഷ് അസഭ്യം പറഞ്ഞതിനെ തുടർന്നുണ്ടായ തർക്കമാണ് വെടിവെപ്പിൽ കലാശിച്ചത്. SI OV വിനോദ്, ASI NG നന്ദകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെടുത്തു. പീച്ചി ഡാം അനിയന്ത്രിതമായി തുറന്നുവിട്ട വീടുകളിലേക്ക് വെള്ളം കയറിയ സംഭവത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ ഉപവാസ സമരം നടത്തി. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപവാസ സമരം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിനോയ് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് TK ശ്രീനിവാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നന്ദൻ കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അതിന്റെ പാഠം പഠിച്ചിട്ടില്ല. തുടർച്ചയായ ലേ ഓഫ് പിൻവലിക്കുക, സർക്കാർ ധനസഹായം ഉടൻ അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സീതാറാം മിൽ തൊഴിലാളികൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. AITC സംസ്ഥാന സെക്രട്ടറി KG ശിവാനന്ദൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA TV ചന്ദ്രമോഹൻ, MR രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അമല മെഡിക്കൽ കോളേജിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കും പ്രവർത്തന മികവിന് ദേശീയ തലത്തിൽ ലഭിച്ച അംഗീകാരങ്ങളുടെ നിറവിൽ അമല മെഡിക്കൽ കോളേജിൽ അമല ക്വാളിറ്റി ഡേ ആഘോഷിച്ചു. ചാവറ കുര്യാക്കോസ് അച്ഛനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വളർന്ന അമല മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തന മികവിന്റെയും അനുകമ്പാർദ്രമായ സേവന മനസ്സിന്റെയും ഫലമാണ് ദേശീയ അംഗീകാര നേട്ടമെന്ന് അമല ക്വാളിറ്റി ഡേ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. അമല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അമല ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, അമല ബ്ലഡ് ബാങ്ക്, നഴ്സിംഗ് എക്സലൻസ് ഫോർ അമല മെഡിക്കൽ കോളേജ് എന്നിവയ്ക്കുള്ള NABH അംഗീകാര സാക്ഷ്യപത്രങ്ങളും അമല മെഡിക്കൽ കോളേജ് സെൻട്രൽ ലാബോറട്ടറി സർവീസിനുള്ള NABL അംഗീകാര സാക്ഷ്യപത്രവും അമല കോളേജ് ഓഫ് നഴ്സിംഗിനുള്ള NACA ഗ്രേഡ് അംഗീകാര സാക്ഷ്യപത്രവും ഗവർണർ കൈമാറി.
ദേവമാത പ്രോവിൻസ് പ്രൊവിൻഷ്യൽ ഡോക്ടർ ഫാദർ ജോസ് നന്ദിക്കര അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, പ്രിൻസിപ്പൽ ഡോക്ടർ ബെറ്റ്സി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. Amala Institute, named after the Blessed Mother Mary, is no exception, since it accords the service, the sanctity of prayer, with faith in the gospel, that prayer offered in faith will make the sick person well. The Lord will raise them up. I understand that this campus built on the pillars of clinics, academics, research and relationship, and housing disciplines. സംസ്ഥാനത്ത് കോഴിവില കുത്തനെ ഇടിഞ്ഞു. പ്രാദേശിക ഉൽപാദനം കൂടിയതും തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിയുടെ വരവ് ഉയർന്നതുമാണ് വില കുറയാൻ കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. രണ്ടാഴ്ച മുൻപ് 160 കോഴി കിലോയ്ക്ക് 100 രൂപ മുതൽ 120 രൂപ വരെയാണ് നിലവിലെ വില. കഴിഞ്ഞ ആഴ്ചകളിൽ കോഴിവില 80 രൂപ എത്തിയിരുന്നു. എന്നാൽ വില 100ലേക്ക് എത്തിയതോടെ പ്രതീക്ഷ നൽകുന്നതായി വ്യാപാരികൾ പറഞ്ഞു. അതേസമയം ചില്ലറ വിപണികളിൽ കോഴിവില കുറഞ്ഞത് വ്യാപാരം കൂട്ടിയിട്ടുണ്ട്. രണ്ടാഴ്ച മുൻപ് ഫാമുകളിൽ കോഴിയുടെ വില കുറഞ്ഞതാണെങ്കിലും ചില്ലറ കച്ചവടക്കാർ വില കുറച്ചിരുന്നില്ല. പെട്ടെന്നുള്ള വിലക്കുറവ് കോഴിഫാം നടത്തിപ്പുകാരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ ട്രാക്കിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏകദേശം 25 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഉപ്പുവെള്ളത്തിലായ അവസ്ഥയിൽ ഫിഷറീസ് വകുപ്പിന്റെ പൊയ്യ അടാക്കിലെ എക്കോ മ്യൂസിയം പദ്ധതി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപകരണങ്ങൾ അടക്കമുള്ളവ പ്രദർശിപ്പിക്കുന്നതിനുള്ള മ്യൂസിയം ഒരുക്കാനുള്ള പദ്ധതിയാണ് തകർന്ന കെട്ടിടത്തിൽ അവസാനിച്ചത്. 2015-ൽ 2733 ചതുരശ്രടി വിസ്തീർണത്തിൽ 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ചതുപ്പ് സ്ഥലത്തെ ഉപ്പുവെള്ളത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഭിത്തികൾ മാസങ്ങൾക്കുള്ളിൽ തകർച്ചയിലേക്ക് പോയിരുന്നു. ഭിത്തിയിലേക്ക് ഉപ്പുവെള്ളം കയറിയതാണ് തകർച്ചയുടെ കാരണമായി കണ്ടെത്തിയിരുന്നത്. ഹാബിറ്റാറ്റ് ഗ്രൂപ്പാണ് നിർമ്മാണം നടത്തിയത്. 2017-18 വർഷത്തിൽ അക്വാ മ്യൂസിയത്തിനായി 19.50 ലക്ഷം രൂപ VR സുനിൽകുമാർ MLA അനുവദിച്ച് ഭരണാനുമതി ലഭിച്ചെങ്കിലും പദ്ധതി നടപ്പായില്ല. അറ്റകുറ്റപ്പണികൾക്ക് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പിന്നീട് 4 മാസം മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്താമെന്ന് അറിയിച്ചെങ്കിലും ഹാബിറ്റാറ്റ് എത്തിയില്ല. കെട്ടിടത്തിന്റെ അടിത്തറ പോലും കാണാതെ ഫ്ലോർ നിരപ്പാണ് ഇപ്പോഴുള്ളത്. കെട്ടിടം നിർമ്മിക്കുമ്പോൾ തറഭാഗം ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് മണ്ണിട്ട് നികത്തി ടൈൽ വിരിക്കുകയായിരുന്നു. ഇപ്പോൾ കെട്ടിടം വെള്ളത്തിന് മുകളിലാണുള്ളത്. ഉപ്പുവെള്ളം കയറാതെ ചുറ്റും കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ കെട്ടിടം സുരക്ഷിതമാകൂ. അപകടാവസ്ഥയിലായ കെട്ടിടം ഉപയോഗയോഗ്യമാക്കാൻ കഴിയില്ലെന്നാണ് അടാക്കിൽ നേരത്തെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നത്. അക്വാ മ്യൂസിയം കെട്ടിടം ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമില്ലാത്ത അവസ്ഥയിലാണ്. നിർമ്മാണ പദ്ധതി തയ്യാറാക്കിയതിലെ കാഴ്ചപ്പാടില്ലായ്മയാണ് തകർച്ചയിൽ കലാശിച്ചതെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. TCV ന്യൂസ്, മാള. ചിറക്കൽ കാട്ടകാമ്പാൽ റോഡ് നവീകരണത്തിനായി കൂട്ടിയിട്ട മൺകൂനകൾ നീക്കാത്തത് പ്രതിസന്ധിയാകുന്നു. ചിറക്കുളത്തിന് സമീപമാണ് മണ്ണ് കൂട്ടിയിട്ടിട്ടുള്ളത്. ചിറക്കുളത്തിന് സമീപം റോഡരികിൽ കോൺക്രീറ്റ് കട്ട വിരിച്ച് നടപ്പാത നിർമ്മിക്കാൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പദ്ധതി തയ്യാറായിട്ടും മൺകൂന മാറ്റാത്തതിനാൽ നിർമ്മാണം നടത്താനായില്ല. റോഡ് പണിക്കായി കൂട്ടിയിട്ടിരുന്ന മണ്ണ് പലയിടത്തേക്കും മാറ്റിയിട്ടിരുന്നു. തങ്ങളുടെ മണ്ണ് നഷ്ടപ്പെട്ടെന്നാണ് നിലവിൽ PWD അധികൃതരുടെ വാദം. എന്നാൽ മണ്ണ് വിവിധ ഭാഗങ്ങളിൽ കൂട്ടിയിട്ടിട്ടുണ്ടെന്നും അളന്ന് തിട്ടപ്പെടുത്താൻ PWD മുൻകൈയെടുക്കണമെന്നുമാണ് ജനപ്രതിനിധികളുടെ ആവശ്യം. തർക്കം മൂലം ചിറക്കുളം നവീകരണം വൈകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് തുറക്കുളം മത്സ്യ മാർക്കറ്റ് സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. പഴകിയതും അഴുകിയതുമായ മത്സ്യങ്ങൾ കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിൽ വിൽപ്പന നടത്തുന്നു എന്ന രീതിയിലായിരുന്നു വീഡിയോ പ്രചരിച്ചത്. വീഡിയോ സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി പ്രചരിച്ച സാഹചര്യത്തിലാണ് പ്രതികരണവുമായി മത്സ്യ മാർക്കറ്റ് സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾ രംഗത്തെത്തിയത്. പ്രചരിക്കുന്ന വീഡിയോ മത്സ്യ മാർക്കറ്റുമായി യാതൊരു ബന്ധവുമില്ലെന്നും മത്സ്യ മാർക്കറ്റിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഇത്തരം വീഡിയോ പ്രചരിപ്പിച്ചവർ ആയിരങ്ങളുടെ ഉപജീവനമാർഗം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതായും ഭാരവാഹികൾ അറിയിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളായ PK നൌഷാദ്, PK സുബൈർ, ലത്തീഫ് പെരുമ്പിലാവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
വയനാട്ടിലെ ദുരിതബാധിതർക്കായി കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ കുരുന്നുകൾ സംഭാവന നൽകിയ 34,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിദ്യാർത്ഥി പ്രതിനിധികളിൽ നിന്ന് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി തുക ഏറ്റുവാങ്ങി. പ്രധാന അധ്യാപിക TM ശകുന്തള, പഞ്ചായത്ത് അംഗം KO സൂരജ്, PTA പ്രസിഡന്റ് ഷാജു കുഴുവേലി എന്നിവർ സന്നിഹിതരായി. നാദബ്രഹ്മം ഫൗണ്ടേഷന്റെ 35ാമത് ഗുരുവായൂർ സംഗീതാർച്ചന വ്യാഴാഴ്ച ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ ഭദ്രദീപം തെളിയിച്ച് സംഗീതാർച്ചന ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പ്രശസ്ത ഗായകനും ഫൗണ്ടേഷൻ പ്രസിഡന്റുമായ MD സോമശേഖർ നയിക്കുന്ന ഗുരുവായൂർ സംഗീതാർച്ചനയിൽ 100ഓളം ഗായകർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ട്രസ്റ്റിമാരായ തൃശൂർ H. ഗണേഷ്, സുധാ ബിന്ദു ശശികുമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികളായ വിനോദ് കുറുപ്പത്ത്, പ്രവീൺ സുകുമാരൻ ചിത്രസൗധം എന്നിവർ പങ്കെടുത്തു. ഒളരിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ സൗജന്യ ഫുട്ബോൾ പരിശീലനത്തിന് തുടക്കമായി. ഡിവിഷൻ കൌൺസിലർ ശ്രീലാൽ സീതർ പരിശീലനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ആന്റോ പോളിന്റെ സ്പോൺസർഷിപ്പിലാണ് സൗജന്യ ഫുട്ബോൾ പരിശീലനത്തിന് വേദിയൊരുങ്ങിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കേരള പ്ലെയറും ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ ക്വാളിഫൈഡ് കോച്ചുമായ സാബുവാണ് പരിശീലകൻ. PTA പ്രസിഡന്റ് CT നേമയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രധാന അധ്യാപിക ജാൻസി, സ്റ്റാഫ് പ്രതിനിധി TK കനകറാണി തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാര സുരക്ഷാ കുടുംബ പദ്ധതിയുടെ ഭാഗമായി മരണപ്പെട്ട അംഗങ്ങളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നാളെ MP K രാധാകൃഷ്ണൻ വ്യാപാര ഭവനിൽ വെച്ച് കൈമാറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് അജിത് മല്ലയ്യ, ജനറൽ സെക്രട്ടറി PN ഗോകുലൻ, ട്രഷറർ അബ്ദുൽ സലാം എന്നിവർ പങ്കെടുത്തു. ലഹരി മുക്ത ഭാരതം പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ ജാഗ്രത ബ്രിഗേഡിയർമാരുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ അസംബ്ലിയും പ്രതിജ്ഞയും നടന്നു. ഹെഡ് മിസ്ട്രസ് ബിന്ദു ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ബ്രിഗേഡിയർ നിള കാർത്തിക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. KA അരുണിമ, സ്കൂൾ ജാഗ്രതാ സമിതി കോർഡിനേറ്റർ സുനിത എന്നിവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട ടൗൺ ലയൺസ് ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 15-ന് എക്സിബിഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10 മുതൽ രാത്രി 9 വരെ വ്യാപാര ഭവനിലാണ് പരിപാടി സംഘടിപ്പിക്കുക. നഗരസഭ മുൻ ചെയർപേഴ്സൺ സോണിയാഗിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ലഭിക്കുന്ന തുക മുഴുവനായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. ജെൻസൺ ഫ്രാൻസിസ്, ഹാരിഷ് പോൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാടാനപ്പള്ളിയിലെ ഓർക്കായലിന് കുറുകെ നിർമ്മിച്ച നടപ്പാത നാടിന് സമർപ്പിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓർക്കായലിന് കുറുകെ നടപ്പാത നിർമ്മിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CM നിസാർ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ നൌഫൽ വലിയകത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രന്യ ബിനീഷ്, സുലേഖ ജമാലു, മെമ്പർമാരായ സരിത ഗണേശൻ, ഷബീർ അലി, ശ്രീകല ദേവാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. വളരെ നല്ല സമാധാനത്തോടുകൂടി ഏറ്റവും ഒരു രാഷ്ട്രീയം കലരാതെ എല്ലാ വാർഡുകളിലേക്കും തുല്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു ചെയ്യപ്പെടാൻ പോകുന്നത് ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തിനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് സഞ്ചാര സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ പാറളം സംഘകലാ ക്ലബ്ബ് വയനാട്ടിലെ ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. പള്ളിപ്പുറം കസ്തൂർബ അംഗൻവാടിയിൽ നടന്ന ചടങ്ങിൽ നാട്ടിക MLA CC മുകുന്ദന് ക്ലബ്ബ് ഭാരവാഹികൾ ചെക്ക് കൈമാറി. ചടങ്ങിൽ അംഗൻവാടിക്ക് കസേരകളും ക്ലബ്ബ് നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽകുമാർ, സെക്രട്ടറി പ്രജിത്ത് എന്നിവർ പങ്കെടുത്തു. കൊടകര ആനത്തടം ജനകീയ കുടിവെള്ള പദ്ധതി സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് VO പോൾസൺ അധ്യക്ഷത വഹിച്ചു. SSLC +2 അവാർഡുകൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം BK മുകുന്ദനും വാർഡ് അംഗം ധന്യ ശിവനും വിതരണം ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ എരുമപ്പെട്ടി സ്വദേശിനി KS ആതിരയെ കോൺഗ്രസ് അനുമോദിച്ചു. വാർഡ് മെമ്പർ റിജി ജോർജിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തിയാണ് അനുമോദിച്ചത്. കോൺഗ്രസ് പ്രവർത്തകരായ MC സെബാസ്റ്റ്യൻ, രാമചന്ദ്രൻ, CT സണ്ണി, MC ജോർജ്, ഉണ്ണികൃഷ്ണൻ, വിനോദ്, ഷൈജു എന്നിവർ പങ്കെടുത്തു. കോട്ടപ്പുറം കണ്ണമ്പാറ തെക്കേതിൽ ശ്രീരാമൻ സുധാ ദമ്പതികളുടെ മകളാണ് ആതിര.
വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാഗോപാല മന്ത്രാർച്ചന നടന്നു. വിദ്യാലാഭത്തിനും ഉന്നത വിജയത്തിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടി നടന്ന അർച്ചനയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. യജ്ഞാചാര്യൻ ബിജു ഗോപാലകൃഷ്ണന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഇന്ന് വൈകിട്ട് സർവൈശ്വര്യ വിളക്ക് പൂജ നടക്കും. വ്യാഴാഴ്ച യജ്ഞം സമാപിക്കും. പൊങ്ങണങ്കാട് സെന്റ് മേരീസ് പള്ളിയിൽ KCYM യൂണിറ്റും കത്തോലിക്ക കോൺഗ്രസും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡീക്കൻ ലിയോ ടോം താടിക്കാരൻ, KCYM പ്രസിഡന്റ് പോൾ ചിറക്കൽ, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഫെയ്സൻ പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ ജോമോൻ പല്ലൻ, രാജു മണ്ണൂർ, ജോൺസൺ പുലിക്കോട്ടിൽ, ജോഷി ചെറുമഠം, ഏകോപന സമിതി കൺവീനർ ആന്റണി എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി സുഹൃദ് സംഘം പദ്ധതിയായ സാന്ത്വനം 2024 കാരുണ്യ വിതരണം ഈ മാസം 15-ന് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാല ഹാളിൽ നടക്കുന്ന ചടങ്ങ് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ വിതരണ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ രക്ഷാധികാരി ചന്ദ്രപ്രകാശ് ഇടമന, പ്രസിഡന്റ് ഹരീഷ് കൊളഞ്ചേരി, P സജിത, വിമൽ, വെങ്കിടേഷ്, ശ്രീകുമാർ കോഴിക്കര എന്നിവർ പങ്കെടുത്തു. തിരുഹൃദയ റോമൻ കാത്തലിക് പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ 829-ാം ജന്മദിന ചാരിറ്റി തിരുനാളിനോടനുബന്ധിച്ച് 829 കിലോ തൂക്കവും 101 അടി നീളവുമുള്ള കേക്ക് ഇന്ന് മുറിക്കും. വൈകിട്ട് 7-ന് നടക്കുന്ന ദിവ്യബലിക്ക് ശേഷമാണ് കേക്ക് മുറിക്കുക. ദിവ്യബലിക്ക് വികാരി ജനറൽ ഫാദർ റോക്കി റോബി കളത്തിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന 30 വീടുകൾക്കും വിദ്യാർത്ഥികളുടെ പഠന ചെലവിലേക്കുമുള്ള ധനസമാഹരണാർത്ഥം പെരുമ്പിലാവിൽ സ്നേഹത്തിന്റെ ചായക്കട തുടങ്ങി. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ധനസമാഹരണത്തിനായി വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പിലാക്കുന്ന കടവലൂർ പഞ്ചായത്തിലെ യൂത്ത് കെയർ പ്രവർത്തകരെ യാത്രാമധ്യേ അപ്രതീക്ഷിതമായി സ്നേഹത്തിന്റെ ചായക്കടയിൽ എത്തിച്ചേർന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിനന്ദിച്ചു. ചായക്കടയിൽ എത്തിയ പെരുമ്പിലാവ് എഴുത്തൂപ്പുരയ്ക്കൽ സരസ്വതിയും പേരക്കുട്ടികളായ ആവണിയും ആരുഷും ഓണത്തിന് പിറന്നാൾ ആഘോഷത്തിനുമായി കരുതിവച്ചിരുന്ന 5000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഹക്കീം MH അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. എടക്കുളം ശ്രീനാരായണ ഗുരു സ്മാരക സംഘത്തിന്റെ ഗുരുജയന്തി ആഘോഷം 20-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പൊതുസമ്മേളനം മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ച തുക ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. ഭാരവാഹികളായ KV ജിനരാജദാസൻ, CP ശൈലനാഥൻ, MR രാജേഷ്, VC ശശിധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രരക്ഷാ ജില്ലാ സംഗമം 15-ന് പെരിഞ്ഞനം 3 പീടികയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 3 പീടിക തോട്ടുങ്ങൽ മുഹയ്യദ്ദീൻ ജുമാ മസ്ജിദ് ജമാലിയ മദ്രസ അങ്കണത്തിൽ നടക്കുന്ന ജില്ലാ സംഗമം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്യും. SYS ജില്ലാ സെക്രട്ടറി PP മുസ്തഫ മൗലവി, സ്വാഗത സംഘം ചെയർമാൻ റിയാസ് അൽ ഹസനി, വർക്കിംഗ് ചെയർമാൻ ഷിഹാബ് മൗലവി, ജനറൽ കൺവീനർ TS മുബാറക്, വർക്കിംഗ് കൺവീനർ സഗീർ മുസ്ലിയാർ, ട്രഷറർ അബ്ദുൽ അസീസ് ഹാജി കരൂപടന്ന, മീഡിയ കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RC UP സ്കൂളിന്റെ പുതിയ കെട്ടിടം ആശീർവദിച്ചു. തൃശൂർ അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചിറമിൽ, ഡീക്കൻ ക്ലിൻ പാണയങ്ങാടൻ എന്നിവർ സഹകാർമ്മികരായി. ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ്, ട്രസ്റ്റിമാരായ ലോനപ്പൻ CA, ജോസഫ് KF, സോളമൻ CA, കൺവീനർ ജോസ് CA എന്നിവർ നേതൃത്വം നൽകി. വിദ്യാലയത്തെയും ശാരീരികവുമായില്ല നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. എൻ്റെ പെങ്ങളൂടെ പഠിപ്പിച്ചിരുന്നതാണ്, അതുകൊണ്ട് ആ ഓർമ്മയും എനിക്കുണ്ട്.
നമ്മുടെ മക്കള് രുചിയുള്ള മക്കളായിട്ട് മാറണം. ഉപ്പ് ഉറകെട്ട് പോയാൽ എന്ത് ഫലം? ഉപ്പ് കെമിസ്ട്രി പഠിക്കുന്നവരോട് ചോദിക്കട്ടെ, ഉപ്പല്ലാണ്ടാവോ? ഇല്ല. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് മുള്ളൻ പന്നിയെ പിടികൂടി. ഇല്ലിച്ചോട് ജനവാസ കേന്ദ്രത്തിൽ തിങ്കളാഴ്ച രാത്രിയിലാണ് മുള്ളൻ പന്നിയെ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥരും മതിലകം പോലീസും സ്ഥലത്തെത്തി. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ പ്രദീപ് കുമാർ, വൈൽഡ് ലൈഫ് റെസ്ക്യൂ ഗാർഡ് ബിബീഷ്, ഡ്രൈവർ ഷെഫീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ മുള്ളൻ പന്നിയെ പിടികൂടി കാട്ടിലേക്ക് വിട്ടയച്ചു. ചേലക്കര പഴമ്പാലക്കോട് പാലത്തിന്റെ പുനർനിർമ്മാണം, റോഡ് നിർമ്മാണം, കൊണ്ടാഴി തിരുവല്ലാമല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന എഴുന്നള്ളത്ത് കടവ് പാലം നിർമ്മാണം എന്നീ പ്രവൃത്തി സ്ഥലം MP കെ രാധാകൃഷ്ണൻ സന്ദർശിച്ചു. പാലം പുനർനിർമ്മാണത്തിനായ ബജറ്റിൽ 4.25 കോടി രൂപയും ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി റോഡ് പുനർനിർമ്മാണത്തിനായി 4.5 കോടി രൂപയും എഴുന്നള്ളത്ത് കടവ് പാലം നിർമ്മാണത്തിനായി 5 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് MP അറിയിച്ചു. തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ, തരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി, തിരുവല്ലാമല വൈസ് പ്രസിഡന്റ് മുതയൻ, പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ, പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത തുടങ്ങിയവർ MP-ക്കൊപ്പമുണ്ടായിരുന്നു. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി ഏനാമാവ് ചിരട്ടക്കടവിലെ യുവജന കലാവേദി പ്രവർത്തകർ 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. യുവജന കലാവേദി ഭാരവാഹികളായ പ്രസിഡന്റ് KD ഗിരീഷ്, സെക്രട്ടറി NR ഉമേഷ്, TA അനീഷ് എന്നിവർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന് തുക കൈമാറി. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ PTA വാർഷിക പൊതുയോഗം എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജിൻഡോ തേറാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ MK സൈമൺ, സ്കൂൾ മാനേജർ ഫാദർ വിൽസൺ പിടിയത്ത്, വാർഡ് അംഗം AP ശരത് കുമാർ, മദർ PTA പ്രസിഡന്റ് സൈന ബാബു, പ്രിയ ലോറൻസ്, ഹിൻസ ജോസ് എന്നിവർ പങ്കെടുത്തു. മുറ്റിച്ചൂരിൽ ഇത്തവണ നബിദിനാഘോഷ പരിപാടികൾ ഒഴിവാക്കി തുക വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മൌലീദ് പാരായണവും പ്രാർത്ഥനാ ചടങ്ങുകളും മാത്രം നടത്തും. കഴിഞ്ഞ ദിവസം മുറ്റിച്ചു സുബലുൽ ഹുദ മദ്രസയിൽ ചേർന്ന മഹല്ല് കമ്മിറ്റിയുടെയും നബിദിനാഘോഷ സംഘാടക സമിതിയുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനം. മഹല്ല് സെക്രട്ടറി TK മൻസൂർ, സത്താർ പുളിന്തറ പറമ്പിൽ, നബിദിനാഘോഷ കമ്മിറ്റി ചെയർമാൻ ഹബീബുള്ള മുറ്റിച്ചൂർ, കോർഡിനേറ്റർ ഉമ്മർ കരണപ്പറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജൽജീവൻ മിഷനായുള്ള കരാർ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധപ്പെടുത്താൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാവണമെന്ന് സുനിൽ ലാലൂർ ആവശ്യപ്പെട്ടു. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് നടത്തിയ പത്താങ്കല്ല് ബീച്ച് റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് പണിയുന്നത് അനന്തമായി നീട്ടിക്കൊണ്ടുപോയത് കരാറുകാരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണെന്നും റോഡ് പണി ഏറ്റെടുത്ത കരാറുകാരെ കൊണ്ട് കൃത്യസമയത്ത് പണി പൂർത്തീകരിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് വരാത്തത് അവർ തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VS സുൽഫിക്കർ അധ്യക്ഷനായി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി, കോൺഗ്രസ് നേതാക്കളായ ഗഫൂർ തളിക്കുളം, ഹിരോഷ് ത്രിവേണി, മുനീർ ഇടശ്ശേരി, AC പ്രസന്നൻ തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടാംഘട്ട സമരമാണ് ഇന്ന് പത്താങ്കലിൽ നിന്നും പടിഞ്ഞാട്ടേക്ക് കടന്നു വരുന്ന ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുന്നത്. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,530 രൂപ, പവന് 52,240 രൂപ, വെള്ളി ഗ്രാമിന് 88 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,141 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാടിന്റെ പുനരധിവാസത്തിന് ദീർഘകാല പദ്ധതികൾ അനിവാര്യമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേന്ദ്രം സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും ഗവർണർ. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ വായ്പകൾ എഴുതിത്തള്ളുമെന്ന് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ. മാള അഷ്ടമിച്ചിറയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചു. ഡോക്ടർ പാർവതി ശ്രീജിത്താണ് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയായത്. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രാപ്പകൽ സമരം ആരംഭിച്ചു. പുനർനിർമ്മാണത്തിൽ അനാസ്ഥ തുടർന്നാൽ മന്ത്രിമാരെ വഴിതടയുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ.
പാലേക്കര ടോൾ പ്ലാസ സെപ്റ്റംബർ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കം തടയണമെന്ന് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. നിരക്ക് വർധനവ് തടയണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകി. ഷാൾ കഴുത്തിൽ കുടുങ്ങി വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ചേലക്കര വട്ടുള്ളി തുടുമിൽ റെജിയുടെ മകൾ എൽവീന റെജിയാണ് മരിച്ചത്. അസം സ്വദേശിയെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിയെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെങ്കടങ്ങ സ്വദേശി രാജേഷാണ് അറസ്റ്റിലായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.